നിഷ്പക്ഷമാകുക എന്നുള്ളതാണ് പ്രശ്നം. അത് വളരെ പ്രയാസമുള്ള കാര്യം. ഇതിൽ എനിക്കൊന്ന് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് തന്നെയാണ്. തൂക്കുസഭ ഉണ്ടാവുമെന്ന് എനിക്കും തോന്നുന്നില്ല. ഐഡം ഇൻട്രാക്ഷൻസിലേക്ക് സ്വാഗതം. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. UDF തരംഗമുണ്ടാകുമെന്ന് കോൺഗ്രസുകാരടക്കം ആവർത്തിക്കുന്നു. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് LDFും ആവർത്തിക്കുന്നു. സീറ്റുകൾ അധികം പിടിക്കുമെന്നും നിർണായക ശക്തിയാകുമെന്നും NDA വാദിക്കുന്നു. കേരളത്തിൻ്റെ മനസാക്ഷി എങ്ങോട്ടാണ്? തിരഞ്ഞെടുപ്പിൻ്റെ അടിയൊഴുക്കുകൾ എവിടേക്ക് പോകുന്നു? ഇന്ന് ഐഡം സംഘടിപ്പിക്കുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ മുൻ എഡിറ്ററും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ MG രാധാകൃഷ്ണൻ സാറുണ്ട്. ഒപ്പം ടെലിവിഷൻ മേഖലയിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിയ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ബൈജു ചന്ദ്രനുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ നിരവധി റിപ്പോർട്ടുകളിലൂടെ ശ്രദ്ധേയനായ ഒപ്പം ഐഡത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായ വെങ്കടേഷ് രാമകൃഷ്ണനുണ്ട്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. സർ, എന്താണ് കേരളത്തിൻ്റെ ഒരു ഇലക്ഷൻ ട്രെൻഡ്? ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ അത് UDFിന് അനുകൂലമായിരിക്കുമെന്നും എന്നാൽ ട്രെൻഡ് ഇല്ലെങ്കിൽ LDFിന് സാധ്യതകളുണ്ടെന്നും NDAക്ക് നിർണായകമായ സീറ്റുകൾ 1 മുതൽ 3 വരെ സീറ്റുകൾ ലഭിക്കുമെന്നുമൊക്കെയുള്ള പ്രീപോൾ സർവേകൾ വന്നു കഴിഞ്ഞു. നമ്മൾ എന്താണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പൊതുവെയുള്ളൊരു ട്രെൻഡിൻ്റെ വിലയിരുത്തൽ? വാസ്തവത്തിൽ ഞാൻ ഒരു 10-40 വർഷമായി പത്രപ്രവർത്തന രംഗത്തുണ്ട്. എൻ്റെ ഈ പത്രപ്രവർത്തന ജീവിതത്തിൽ ഏറ്റവും പ്രവചനാതീതമായ അല്ലെങ്കിൽ പ്രവചനത്തിന് വിഷമകരമായ ഒരു തെരഞ്ഞെടുപ്പ് ഇതുപോലെ അധികം മുമ്പിൽ കണ്ടിട്ടില്ല. അത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഒരു 2025 അല്ലെങ്കിൽ 2024 ലോക്സഭാ ഇലക്ഷൻ, 2025 അതിലും അസാധാരണമായ പഞ്ചായത്ത് ഇലക്ഷനിലെ വിധി, അതിന് തുടർന്നുണ്ടായ നമ്മുടെ ഈ പൊതു രംഗത്ത് ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ, ഇതെല്ലാം സൂചിപ്പിച്ചത് ഒരു അതിശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കും തോറും ഒരു പ്രത്യക്ഷമായ ഒരു തരംഗം, അതായത് ഒരു ഭരണവിരുദ്ധ തരംഗം ദൃശ്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അതിനൊരു നിശബ്ദമായിട്ടുള്ളൊരു തരംഗമുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം. പക്ഷേ ഇത് തന്നെ അത്ഭുതകരമാണ്. കാരണം നമ്മൾ ഇതിൻ്റെ ഒരു ട്രെൻഡ് തുടർച്ചയായിട്ട് ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ നേരെ വിരുദ്ധമായ ജനവിധി കേരളത്തിൽ ഉണ്ടാകുന്നതിൽ പുതുമയില്ല. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചടി വാസ്തവത്തിൽ അസാധാരണമായിരുന്നു. ഏതൊക്കെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും ജയിച്ചാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മിക്കവാറുമെല്ലാം, ചിലപ്പോൾ ഒരുപക്ഷെ ഒന്നൊഴിച്ചാൽ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിനും തുടർച്ചയായിട്ടുള്ള ശക്തമായ പെർഫോമൻസാണ് അവരെപ്പോഴും നടത്തിക്കൊണ്ടിരുന്നത്. അവരുടെ സംഘടനാ ബലം അല്ലെങ്കിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ബന്ധങ്ങൾ, നേതാക്കന്മാരുടെ ജനങ്ങളുമായിട്ടുള്ള ജൈവപരമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ ആയിരിക്കും കാരണം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു 2025 ജനവിധി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ സൂചനയാണെന്നാണ് കരുതപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ അതൊരു പ്രകടമായ രീതിയിൽ ഒരു വലിയ തരംഗം കാണാനില്ല. തീർച്ചയായിട്ടും ഭരണവിരുദ്ധ ഒരു വികാരമുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഭരണവിരുദ്ധ തരംഗമുണ്ടോ എന്നുള്ളതാണ് സംശയം. ഇപ്പോഴുള്ള ഭരണവിരുദ്ധ വികാരത്തിന് പോലും ഈ UDFിനെ തിരിച്ചധികാരത്തിലെത്തിക്കാനുള്ള ശക്തിയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും എനിക്ക് സംശയമുണ്ട്. ഭരണവിരുദ്ധ വികാരത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ബൈജു സാറിനോടാണ് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ നേതാക്കന്മാരുടെ, പ്രാദേശിക നേതൃത്വത്തിൻ്റെ ഒരു അമിത ആത്മവിശ്വാസവും, അതായത് നമ്മൾ നേടും എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസവും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇടയിലുള്ള ബന്ധത്തിൽ വന്ന ഒരു ഗ്യാപ്പും ഒക്കെ ഒരു വെല്ലുവിളിയായെന്ന് പാർട്ടി പിന്നീട് തിരിച്ചറിയുകയും അത് പരിഹരിക്കാൻ നേതൃത്വം എടുക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണ തുടർച്ചയുണ്ടാവും. അതായത് കേരള ചരിത്രം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു 3-ാം ഊഴത്തിന് LDF തയ്യാറെടുക്കുന്നു എന്ന മട്ടിലാണ് ശക്തമായ ക്യാമ്പയിനിങ് ആയിട്ട് മുന്നോട്ട് വരുന്നത്. എന്നാൽ അതേസമയം UDFും BJPയും, ഇപ്പോൾ BJPനെ മാറ്റി നിർത്തിയാൽ തന്നെ UDF അതിന് അങ്ങനെയല്ല. ഈ ഭരണവിരുദ്ധ വികാരമുണ്ട്, അതൊരു തരംഗമാണെന്നും, അതായത് ഒരു UDF ട്രെൻഡ് ഉണ്ടെന്ന് അവർ ആവർത്തിക്കുന്നു. ശരിക്കും എന്താണ് സാറിൻ്റെ ഒരു വിലയിരുത്തൽ? ഇപ്പോൾ കേരളം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ട് എന്ന് പ്രതിപക്ഷം സമർത്ഥിക്കാൻ അവർ നടത്തുന്ന
ന്യായങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത്. പ്രതിപക്ഷത്തിന് ഒരു നല്ലൊരു ആർഗ്യുമെൻറ്റ് പോലും ഇല്ല എന്നുള്ളതാണ് ഈ ഇലക്ഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. സാധാരണ ഒരു ഇലക്ഷനെ പ്രതിപക്ഷം നേരിടുന്നത് ഗവൺമെൻറ് ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെ അഴിമതി പറയാം, ഒന്ന് മന്ത്രിമാരുടെ അഴിമതി, അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിലുള്ള അഴിമതികളെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ പിന്നെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് പറയാം. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പെർഫോമൻസ് ഇല്ലായ്മയെക്കുറിച്ച് പറയാം, പിന്നെ വ്യക്തിപരമായിട്ടുള്ള മറ്റ് ആരോപണങ്ങളൊക്കെ പറയാം. പക്ഷേ ഇതൊന്നും ഇവിടെ ഇല്ല. അവർക്ക് ആകെ പറയാനുണ്ടായ ഒരു കാര്യം, അത് പഞ്ചായത്ത് ഇലക്ഷനിൽ ചിലപ്പോൾ ഒരു പക്ഷേ രാധാകൃഷ്ണൻ പറഞ്ഞ അവിടുത്തെ തിരിച്ചടിയെക്കുറിച്ച് പറയുമ്പോൾ അതും വലിയൊരു തിരിച്ചടി നേരിട്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം പല ജില്ലാ പഞ്ചായത്തുകളും LDFന് തന്നെയാണ് കിട്ടിയത്. വോട്ട് കൂടുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്തുകളിൽ പുറകോട്ട് പോയെങ്കിലും ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോഴും LDFന് തന്നെയാണ് സ്വാധീനം കൂടുതൽ. അപ്പോൾ അത് പക്ഷേ ഈ പറഞ്ഞ പോലെ ശബരിമല സ്വർണ്ണപ്പാളിയൊക്കെ അന്ന് കത്തി നിൽക്കുന്ന സമയമുണ്ട്, ചിലപ്പോൾ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കാണാം. പക്ഷേ ഇവിടെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഗവൺമെൻറ് വളരെ പ്രിപ്പയർഡായിട്ട് അവർ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ഇലക്ഷനെ നേരിടുന്നത്. സാധാരണ നമുക്ക് മുൻകാല LDF ഗവൺമെൻറ്റുകൾ പോലും ഇതുപോലെ അത്തരമൊരു വളരെ കൃത്യമായ ഒരു പിന്നെ ഞങ്ങൾ ചെയ്തത് ഇതാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഇത് ഒരു വലിയ തരംഗമൊന്നും ഇല്ലാതെ പിന്നെ LDFും UDFും തമ്മിലുള്ള വളരെ കുറച്ച് വ്യത്യാസത്തിൽ വന്നത് 2011 തെരഞ്ഞെടുപ്പിലാണ് അങ്ങനൊരു വന്നത്. ഏതാണ്ട് അതിനോട് സാദൃശ്യമുള്ള തെരഞ്ഞെടുപ്പാണിതെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ഞാൻ പറയാൻ വന്ന പോയിൻ്റ്, പ്രതിപക്ഷം സാധാരണ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ആരോപണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഈ വ്യാജമായ ഒരു പ്രസ്താവനകളിൽ നറേറ്റീവ്സിൽ ഇങ്ങനെ അഭിരമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അദ്ദേഹം ഓരോ ദിവസവും പടച്ചുവിടുന്ന കള്ളക്കഥകൾ, വ്യാജ പ്രസ്താവനകൾ, നുണകൾ, പിന്നെ ആധികാരികമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില അവകാശവാദങ്ങൾ, ഇതൊക്കെ തന്നെയും ഓരോ ദിവസവും പൊളിഞ്ഞ് പാളീസായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ ഈ മൊറൈലിനെ അവരെ ഡിമോറലൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അത് ഭരണപക്ഷത്തിന് അനുകൂലമായിട്ട് ഈ ഇലക്ഷനിൽ വന്നുകൂടാഴികയൊന്നുമില്ല. അതാണ് എനിക്കൊരു പെർഫോമൻസിനേക്കാളും കൂടുതലായിട്ട് പ്രതിപക്ഷത്തിൻ്റെ ഈ ഇത്ര നിരുത്തരവാദപരമായ അത്രയും അധികം അവരുടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഈ വയനാട് പിന്നെ വീട് കാര്യത്തിൽ ഉൾപ്പെടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായ ഒന്നിന് പുറകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പാളിച്ചകൾ, അതാണ് ഈ ഇലക്ഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ തരംഗം എന്നൊരു കാര്യം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളൊരു തരംഗം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. പക്ഷേ അതേസമയം ശബരിമല ആയിട്ട് ബന്ധപ്പെട്ട ആ പാരഡി പാട്ടും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളും, അതായത് LDFനെതിരെ നിൽക്കുന്ന ഇരു മുന്നണികളും അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതൊരു ടൂളാക്കി യൂസ് ചെയ്തിരുന്നു. അതേ സാധനം തന്നെയാണ് ഇപ്പോൾ നിയമസഭാ ഇലക്ഷനിലും ട്രെൻഡിങ് അല്ലെങ്കിൽ പ്രധാന ആരോപണമായിട്ട് UDFും NDAയും ഉന്നയിക്കുന്നത്. അപ്പം അതിന് തിരിച്ചടി എന്ന തരത്തിൽ കോൺഗ്രസിൻ്റെ വയനാട് ഫണ്ടിൽ വന്നിട്ടുള്ള ആ കണക്കിലെ പൊരുത്തമില്ലായ്മ അതുമായിട്ട് മാച്ചായിട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ കുറച്ച് മുൻതൂക്കം ശബരിമല കേസിനുണ്ടോ? ശബരിമല കേസിന് ഇപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇപ്പോൾ നമ്മൾ ഈ പോറ്റിയെ കയറ്റി എന്നൊക്കെയുള്ള പാട്ടൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രം കേൾക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ അത് രണ്ടാമത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി അവരത് എടുക്കുന്നുണ്ടാവാം. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ ആശ്രയിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയും നമ്മുടെ പ്രധാനപ്പെട്ട ദിനപത്രങ്ങളും തമ്മിൽ ഈ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട ദിനപത്രങ്ങളൊന്നും തന്നെ ഈ പിന്നെ ഈ വയനാട് സംഭവം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായ പ്രശ്നങ്ങളെ വലുതായി അവതരിപ്പിക്കുന്നില്ല. സോഷ്യൽ മീഡിയ എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് മാധ്യമങ്ങളുണ്ടല്ലോ, ടെലിവിഷൻ ചാനലുകളും സോഷ്യൽ മീഡിയയും ഒക്കെ അത് വളരെ കൃത്യമായി തന്നെ അതിലൂടെ അവർക്ക് സംഭവിച്ച പിന്നെ ഈ പറഞ്ഞ അവരുടെ തെറ്റാണ് എന്നുള്ളത്. കാര്യം അവർ എന്താണ് സംഭവിച്ചത്, അവർക്ക് ഇത്രയും എത്ര ഫണ്ട് പിരിച്ചു എന്നോ, അവർ ആ ഫണ്ട് പിന്നെ ഏത് ബാങ്കിലാണെന്നോ, എന്താണ് അവർ ചിലവാക്കാൻ പോകുന്നതെന്നോ, എന്താണ് അവരുടെ ഒരു പ്രോജക്റ്റ് എന്നോ, എത്ര വീടുകൾ പണിയുമെന്നോ, ആ വീടുകളുടെ എണ്ണത്തിൽ തന്നെ ഒരുപാട് ഏറ്റക്കുറച്ചിലുണ്ടാകുന്നുണ്ട്. അത് എവിടെ പണിയുമെന്നോ ഇതൊന്നും അവർ പറയുന്നില്ല, ഒന്നിനും പറയുന്നില്ല. വളരെ ധിക്കാരത്തോടെയുള്ള ഒരു എന്താ പറയുക, ഇത്രയും മാധ്യമപ്രവർത്തകർ പിണറായി വിജയനുള്ള മുഖ്യമന്ത്രിയുടെ ഒരു വാക്കിൽ പിടിച്ച് കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു പത്രസമ്മേളനത്തിന് ഒരു പത്രപ്രവർത്തകൻ പൊട്ടിത്തെറിക്കുന്നുണ്ടു. എന്നാൽ അതിനേക്കാൾ ഏറെ ഈ പത്രപ്രവർത്തകരെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പലപ്പോഴും പെരുമാറാറുള്ളത്. അപ്പോൾ പക്ഷേ UDFന് അനുകൂലമായ ഒരു ചെറിയൊരു എന്തോ ഒരു ഗ്യാങ്ങപ്പ് ഉണ്ട് മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ എന്നുള്ളതുകൊണ്ട് ഈ വയനാട് കേസ് വലുതായിട്ട് വരുന്നില്ല. സ്വർണ്ണപ്പാളിയായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ വയനാട് കേസ് എത്രയോ പ്രാധാന്യവും അല്ലെങ്കിൽ ഗ്രാവിറ്റി ഉള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സർ, അതേപോലെ ഇപ്പോൾ ബൈജു സാറിൽ നിന്നൊരു തുടർച്ചയായിട്ട് തന്നെ ചോദിക്കാം. അതായത് മാധ്യമങ്ങളിൽ
ഒരു വലതുപക്ഷ സ്വാധീനം പ്രകടമാണോ? അതായത് ചില കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഇപ്പോൾ ശബരിമല കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പലപ്പോഴും 1-ാം പേജ് വാർത്ത, എഡിറ്റോറിയൽ പേജ് വാർത്തകൾ ഒക്കെ ആയിരുന്നു. അതേപോലെ തന്നെ NDAയും UDFും അത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് BJPയുടെ ഒരു MP ഇവിടെ പ്രചരണത്തിന് വന്നപ്പോൾ അവർ മലയാളത്തിൽ ഈ പാട്ട് പാടിക്കൊണ്ടാണ് ആ പ്രചരണത്തിൽ പ്രസംഗിച്ചത്. അതോടൊപ്പം രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോഴും ഇതേ പാട്ട് പ്രചാരണ ഗാനത്തിൽ പോലെ തന്നെ ഇത് പാടുകയുണ്ടായി. അപ്പം പക്ഷേ അതേസമയം UDFിൻ്റെ ഈ വയനാട് വീട് വെച്ച് കൊടുക്കുന്നതിലുണ്ടായ വീഴ്ചകൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് ബൈജു സാർ പറയുന്നത്. അങ്ങനെ ഒരു വലതുപക്ഷവൽക്കരണം മാധ്യമങ്ങളിലുണ്ടോ ഈ ഇലക്ഷൻ കാലത്ത്? പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ പരമ്പരാഗതമായിട്ട് ഇപ്പം നമ്മൾ ഈ ടെലിവിഷനൊക്കെ വരുന്നതിന് മുമ്പേ വിമോചന സമരകാലം അന്ന് മുതൽ ഈ പത്രമാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു ഇടതുപക്ഷ വിരുദ്ധ വികാരമാണ് ഇതിൻ്റെ കേരളത്തിലെ മുഖ്യധാര പത്രങ്ങളുടെ ഒക്കെ അടിസ്ഥാനമായിട്ടുണ്ടായിരുന്നത്. ടെലിവിഷൻ വന്ന സമയത്ത് അതിലൊരു ചെറിയ മാറ്റം ഉണ്ടായി. ഉദാഹരണത്തിന് ഏഷ്യാനെറ്റ് വന്ന സമയത്ത് പ്രത്യേകിച്ചും ഈ വളരെ പ്രത്യക്ഷമായിട്ട് തന്നെ ആൾക്കാരുടെ കാഴ്ചയുടെ ഒരു റേറ്റിംഗ് നിങ്ങളുടെ റവന്യൂവിൽ പ്രതിഫലിക്കുന്ന ഒരു മാധ്യമമാണ് ടെലിവിഷൻ എന്നുള്ളതുകൊണ്ട് തന്നെ ടെലിവിഷനിലേക്ക് വന്ന സമയത്ത് എല്ലാ മാധ്യമങ്ങളും, മനോരമ അടക്കം, ഏഷ്യാനെറ്റ് തുടങ്ങി പിന്നീട് വന്ന മനോരമ തുടങ്ങിയിട്ടുള്ള എല്ലാ മാധ്യമങ്ങളും അവർ ഒരു തരത്തിൽ ഉള്ള ഒരു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. അത് പിന്നെ സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നത് അത് ഒരു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്ഥിതിയിൽ നിന്ന് മാറി ടെലിവിഷൻ മേഖലയിലെ അതുപോലെ തന്നെ ഓൺലൈൻ രംഗത്തുള്ള ഒരുപാട് മാധ്യമങ്ങളെ ഒരു പ്രോ എസ്റ്റാബ്ലിഷ്മെൻ്റാക്കി മാറ്റാൻ വേണ്ടി ഈ സർക്കാരിന് സാമധാന ഭേദദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. പ്രത്യേകിച്ചും ഈ ടെലിവിഷൻ രംഗത്തുണ്ടായിരുന്ന പിന്നെ ഈ നമ്മൾ പറയുന്ന വലതുപക്ഷ എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് ആയാലും പ്രത്യേകിച്ചും അത് ഒരു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഭരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ മുതലാളിയായി മാറിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതുപോലെ മനോരമ മാതൃഭൂമിയുടെ ഒക്കെ ഒരു ചരിത്രം ആ ഒരു സംഭവത്തിലുണ്ട്. പക്ഷേ അതിനൊക്കെ ബദലായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ലെഫ്റ്റിസ്റ്റ് വോയിസസ്, വളരെയധികം അഗ്രസീവായിട്ടുള്ള പ്രോ ലെഫ്റ്റിസ്റ്റ് വോയിസസ് പലതരത്തിലുള്ള ഗിമ്മക്കുകളിലൂടെ, അതായത് ഇപ്പം നമ്മുടെ സമീപകാലത്ത് വന്നിട്ടുള്ള പല ടെലിവിഷൻ ചാനലുകളും സംഭവിച്ചെന്താ വെച്ചാൽ ആ ചാനലുകളിലെ അവതാരകന്മാർ തന്നെ അല്ലെങ്കിൽ അതിലെ എഡിറ്റർമാർ തന്നെ ഓരോ വ്യത്യസ്തമായ പാർട്ടികളുടെ പ്രതിനിധികളായെന്ന പോലെ അഭിനയിച്ചുകൊണ്ട് അഭിനയിക്കുന്നതിനാണ് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക്, അഭിനയിച്ചുകൊണ്ട് അവർ ഓരോ പക്ഷം പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു വലിയ അഗ്രസീവായിട്ടുള്ള ചർച്ച ഉണ്ടാക്കുകയും ആ ചർച്ച വഴി TRP വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ബൈജു പറയുന്നത് ശരിയാണ്. ഈ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ വയനാട് ചൂരൽമല സംഭവത്തിൽ കോൺഗ്രസ്സിന് ഉണ്ടായിട്ടുള്ള വലിയ വീഴ്ച, അത് വലിയ സാമ്പത്തിക വീഴ്ചയാണ്, കണക്കുകൾ സൂക്ഷിക്കാൻ പറ്റുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട വീഴ്ചയാണ്. അത് വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാത്തൊരവസ്ഥയുണ്ട്. അത് സത്യത്തിൽ നമ്മൾ കേരളത്തിലെ ടെലിവിഷൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഒരു ഘട്ടത്തിലും ഏതെങ്കിലും നിർണായകമായ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധന നമ്മുടെ മാധ്യമരംഗത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ വലതുപക്ഷവൽക്കരണം എന്ന് പറയാം. പക്ഷേ ഇത്തവണത്തെ ഞാൻ കാണുന്നത് ഈ മാധ്യമരംഗത്തുള്ള ഒരു തരം ബലാബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും ഏതാണ്ട് ഒരുപോലെയാണ്. തീർച്ചയായും MG രാധാകൃഷ്ണനും ബൈജുവും ഈ മേഖലയെ വളരെ സജീവമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഈ ട്രഡീഷണലായിട്ടുള്ള കൺവെൻഷണലായിട്ടുള്ള ഈ വലതുപക്ഷ സ്ലാൻറ്റ് അതോടൊപ്പം തന്നെ ഒരു പ്രോ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഞാനതൊരു ഇടതുപക്ഷ സ്ലാൻഡാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പ്രോ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നരേറ്റീവും കൂടി ഉണ്ടാക്കാൻ വേണ്ടി ഈ ഇലക്ഷൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ പറ്റിയിട്ടുണ്ട്. അതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രെൻഡിനെ അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോകുന്നതിന് ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, ഇതിൻ്റെ തുടർച്ചയായിട്ട് സാറിന് എന്താ പറയുന്നത്, അങ്ങനെ ഒരു പ്രോ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് സാറിൻ്റെ അതിനെക്കുറിച്ചിട്ടുള്ളൊരു? അല്ല, എനിക്കതിനകത്ത് എനിക്ക് തോന്നുന്നു കൂടുതൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ കൂടുതൽ വലതുപക്ഷവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും വെങ്കടേഷ് പറഞ്ഞതുപോലെ അതിനൊരു ബദൽ നീക്കങ്ങൾ ഗവൺമെൻറ് ബുദ്ധിപൂർവ്വം പരസ്യങ്ങളിലൂടെയും മറ്റും അതിനെ ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചാനലുകളുടെ ഒരു ഇടതുപക്ഷ വിരുദ്ധതയെ വളരെ തന്ത്രപൂർവ്വം ഓഫ്സെറ്റ് ചെയ്യാൻ പരസ്യങ്ങളെ കൊണ്ടുള്ള ഒരു അതിപ്രസരത്തിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു വലിയ പരിധിവരെ വിജയിച്ചിട്ടുണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതൊഴിച്ചാൽ എനിക്ക് തോന്നുന്നു കൂടുതൽ പക്ഷപാതികളാവുകയാണോ മാധ്യമങ്ങൾ, തീർച്ചയായിട്ടും 1-2 മാധ്യമങ്ങൾ മറുവശത്തും കാണാനുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ മുമ്പുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്ന പല ചാനലുകളിലും
ഈ പറഞ്ഞ പോലെ എല്ലാ കാലത്തും ഒരു ഇടതുപക്ഷ വിരുദ്ധതയൊക്കെ മാധ്യമങ്ങൾക്കുണ്ടെങ്കിലും ഒരു എന്താണ് ഒരു സന്തുലിതയുടെ വസ്തുനിഷ്ഠതയുടെയും ബഹുസ്വരതയുടെയും ഒക്കെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു. കാരണം രണ്ടുപേര് ഈ പക്ഷത്താണെങ്കിൽ രണ്ടുപേര് ഈ പക്ഷത്തായിരിക്കണം. പക്ഷെ ഇതിപ്പോൾ നമ്മൾ ഈ സത്യാനന്തര കാലത്തിൻ്റെ സ്വഭാവം എല്ലാവരും പക്ഷപാതികളാണ്. സമൂഹവും പക്ഷപാതിയാണ് കൂടുതൽ. മുമ്പുണ്ടായിരുന്നത് അങ്ങനെയല്ല. ഇപ്പോൾ പാർട്ടി എത്ര വലുതാണെങ്കിലും പാർട്ടി പത്രങ്ങൾക്ക് പ്രചാരം കുറവായിരിക്കും. പാർട്ടി ചാനലുകളുടെ സ്വാധീനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രചാരം കുറവായിരിക്കും. പാർട്ടി വലുതായിരിക്കും. അതിന് കാരണം നമ്മുടെ സമൂഹത്തിൽ തന്നെ അതിനൊരു സ്പേസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പക്ഷപാതികളാവുന്ന മാധ്യമങ്ങളെയും പക്ഷപാതികളായ മാധ്യമ പ്രവർത്തകരെ ആ പക്ഷത്തോട് ഒപ്പം നിൽക്കുന്നവർക്ക് പോലും ആധികാരികമായി അവർ സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും മറ്റേ പത്രങ്ങൾ പ്രധാനപ്പെട്ട ഇപ്പോൾ ഇടതുപക്ഷ വിരുദ്ധ പത്രങ്ങൾ എന്നൊക്കെ വിളിച്ച പത്രങ്ങൾക്കും വലിയ പ്രചാരമുണ്ടായിരുന്നതിന് കാരണം ഒരു സ്പേസ്, ഒരു സ്വതന്ത്ര പത്രപ്രവർത്തനത്തിൻ്റെതായ ഒരു ഓട്ടോണമിയുടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു ഒരു കാലം. അപ്പോൾ എത്രയൊക്കെ ആത്യന്തികമായി പക്ഷപാതികളൊക്കെ ആണെങ്കിലും അതുവരെയെങ്കിലും ഇങ്ങനെയുള്ള. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇപ്പം സമൂഹവും എല്ലാവരും ഈ എക്കോ ചേമ്പേഴ്സായിട്ട് മാറിയതിന് ശേഷം കൂടുതൽ പക്ഷപാതികളായി. ഇപ്പോൾ ഒരു ചാനൽ ചർച്ച, പ്രധാനപ്പെട്ട ചാനലുകളിലെ ചർച്ച വന്നാൽ ആങ്കറും ഒരു പക്ഷം, പാനലിസ്റ്റുകൾ മിക്കവാറും എല്ലാവരും പക്ഷം, ചിലപ്പോൾ ഒരാൾ ഒരു മരുന്നിന് കാണാം. ചില ചാനലുകൾ അതുപോലുമില്ല. അപ്പോൾ വളരെ പക്ഷപാതിയായിട്ടുള്ള ഒരു ചർച്ച, പ്രത്യേകിച്ച് കേരളത്തിൽ അത് ഇടതുപക്ഷ വിരുദ്ധതയ്ക്കാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളതിലേക്ക് പോകുമ്പോഴാണ് ഒന്ന് സമൂഹം എങ്ങനെ കൂടുതൽ പക്ഷപാതികളാവും. ഇപ്പോൾ കേരളം പോലുള്ള സ്ഥലത്ത് ഇടതുപക്ഷ വിരുദ്ധതയ്ക്കാണ് ആളെണ്ണം കൂടുതൽ. BJPയും കോൺഗ്രസും എല്ലാവരും ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെക്കാട്ടിലും വലിയ ശക്തിയാണ്. അപ്പോൾ ഈ വാട്സപ്പിലെ മാട്രിക്സ് ഒക്കെ നോക്കുമ്പോഴേക്കും വാട്സപ്പിൽ വരുന്ന കമൻറ്റുകൾ നോക്കുമ്പോഴൊക്കെ അതിശക്തമായി നിങ്ങൾ ഈ പക്ഷപാതം സ്വീകരിക്കുന്നതിനോട് അനുഭാവം. അപ്പോൾ ചില ചാനലുകളിലെ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ട് തന്നെയുണ്ട്, ഞങ്ങളൊക്കെ അങ്ങനെ നോക്കുകയാണെങ്കിലും അങ്ങനെ താഴെ വരുന്ന കമൻറ്റുകളുടെ ഒരു വലിയ അതിപ്രസരത്തോടുകൂടി ഞങ്ങൾക്കൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പക്ഷപാതികളാവുന്ന സ്വഭാവം കൂടി വരുന്ന ഒരു കാലമാണിത്. സമൂഹം അങ്ങനെയാണെന്ന് മാത്രമല്ല, അതിന് റേറ്റിംഗ് കൂടുതൽ വരുന്നു. അതിന് ആ ആങ്കർമാരാണ് പ്രമാണിമാരാവുന്നത്. ഇപ്പോൾ നമ്മൾ നാഷണൽ മീഡിയയിൽ കാണാറില്ലേ, വളരെ പക്ഷപാതികളാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ചാനലിലെ ആങ്കർമാർക്കും അവരുടെ പ്രോഗ്രാമിനും റേറ്റിംഗ് കൂടുതലാണ്. കേരളത്തിലും അങ്ങനെയാണ്. വളരെ പക്ഷപാതിയായി ഏകപക്ഷീയമായ ഒരു ചർച്ച നടത്തുന്നവർക്ക് ആണ് ആ ആഴ്ചത്തെ റേറ്റിംഗ് നോക്കുമ്പോൾ അവർക്കാണ് ഉയരം. അപ്പോൾ ജനങ്ങൾ കൂടുതലും വളരെ ഇമോഷണലായിട്ടുള്ള എല്ലാവരും പക്ഷപാതികളാവുന്ന ഒരു കാലം ആയിട്ട് മാറും. അതുകൊണ്ട് മാധ്യമങ്ങളൊരു സ്വയം എടുത്ത ഒരു ഗൂഢാലോചനയ്ക്ക് അപ്പുറത്ത് ഈ സമൂഹത്തിൽ വരുന്ന ചില പൊതുവായ ചില മാറ്റങ്ങൾ, അത് കേരളത്തിലല്ല, ഇന്ത്യയിലോ ലോകം മുഴുവൻ ഏകപക്ഷീയതയാണ് ഇപ്പൊ വിൽക്കപ്പെടുന്ന സാധനം. ഞങ്ങളൊക്കെ പണ്ട് ജേർണലിസം പഠിക്കുന്ന സമയത്ത് ഓൺ ദ വൺ ഹാൻഡ് ഓൺ ദ അതർ ഹാൻഡ് എന്ന് പറയാം. അല്ല, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ വളരെ പ്രമുഖനായ മാധ്യമപ്രവർത്തനം അവിടെ ചെന്നിട്ട് പറഞ്ഞ ആ വാക്കാണ് നിങ്ങൾ ആദ്യം ഇവിടുന്ന് മാറ്റുന്നത്. there is no objectivity at all എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ ഒബ്ജക്റ്റീവ് ആകരുതെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പൊ ഞാൻ ഈ കാര്യത്തിൽ ഒന്ന് പറഞ്ഞോട്ടെ, ഞങ്ങളൊക്കെ ഞാൻ ദൂരദർശനിൽ പ്രവർത്തിച്ച കാലത്ത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആങ്കർമാരിൽ ഒരാളായിട്ട് MG രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഈ പ്രോഗ്രാം ഡിസ്കസ് ചെയ്യുന്ന കാലത്ത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് രണ്ട് വശത്തോടെ, ഇപ്പോൾ UDF ഉണ്ടാവും, LDF ഉണ്ടാവും, അന്ന് BJPക്ക് ഒന്നും അത്ര വലിയ റോളൊന്നുമില്ല. എന്നാൽ പോലും ഇവരെ രണ്ടുപേരെ, അല്ലെങ്കിൽ വേറൊരു ഇഷ്യൂ വന്നാൽ ആ ഇഷ്യൂവിൻ്റെ രണ്ട് വശത്ത് നിൽക്കുന്നവരെയും ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു വളരെ എന്താ പറയുക ടൈറ്റ് റോപ്പ് വാക്കിംഗ് ആയിരുന്നു. അതായിരുന്നു നമ്മുടെ അതാണ് സ്കില്ല്. ഒരാളുടെ പ്രൊഫഷണലിൻ്റെ സ്കില്ല് കാണിക്കുന്നത് ആ ടൈറ്റ് റോപ്പ് വാക്കിലാണ്. എങ്ങനെയാണ് വളരെ സമചിത്തതയോടുകൂടി ഒരു സമതുലിതയോടുകൂടി ഒരു കാര്യത്തിൽ, ഇത് വളരെ എളുപ്പമല്ലേ. ഒരാൾ വന്നിരുന്ന ഒരു പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ കയറൂരി വിടുക എന്ന് പറഞ്ഞില്ലേ. ഞാൻ നമ്മുടെ അതിനകത്ത് ഒരു ആങ്കർ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഒരു ആങ്കറായിരുന്നു. അയാൾക്ക് ഈ ഇമോഷണലായി ബഹളം ഉണ്ടാക്കുന്ന പ്രകൃതത്തിനെയൊക്കെ ഞങ്ങളിങ്ങനെ ചരട് വലിച്ചിങ്ങനെ നിർത്തിയ കാലം ഞാൻ ഓർമ്മ വരുന്നു. ഇപ്പോൾ പുള്ളി ഇങ്ങനെ എല്ലാ കയറും പൊട്ടിച്ചിങ്ങനെ അർമാദിക്കുക. കാര്യം അയാൾക്ക് ഫ്രീഡം അത്രയ്ക്ക് കിട്ടി. അതൊക്കെ ഞാനിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇതൊരു പിന്നെ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് സംസാരിക്കുക എന്നുള്ളത്. നിഷ്പക്ഷമാകുക എന്നുള്ളതാണ് പ്രശ്നം. അത് വളരെ പ്രയാസമുള്ള കാര്യം. അത് മാത്രമല്ല, ഇപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ വെങ്കിടി നേരത്തെ പറഞ്ഞ പോലെ
പുതിയ ചില ചാനലുകൾ ഒരു പുതിയ തന്ത്രം ആവിഷ്കരിക്കുകയാണ്. നിങ്ങളുടെ എഡിറ്റേഴ്സ് 4 പേരിരുന്ന് 4 പേരും ഓരോ പാർട്ടിക്ക് വേണ്ടി ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. അതൊരു പുതിയ മോഡലാണ്. പുതിയ മോഡലാ. അതിലാണെന്ന് അവർക്ക് ഓരോരുത്തർക്കും ഒരു ആരാധക വൃന്ദം ഉണ്ടാവുക. അതെ, ഓരോ പാർട്ടികളും അത് കാണും. ഇന്നത്തെ എൻ്റെ ആൾ എന്തായിരിക്കും പറയുന്നത്. അതെ. അപ്പൊ ചുരുക്കത്തിൽ ഇത് മുഴുവൻ എന്താണ്, നമ്മുടെ ആ പക്ഷം കൂടെ നമ്മുടെ വായനക്കാരോ നമ്മുടെ കാഴ്ചക്കാരോ ആയി മാറിയാൽ നമ്മുടെ റേറ്റിംഗ് ആണ് വളർച്ച. അവിടെ BJP-ക്കാരും നമ്മളോടൊപ്പം ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മറിഞ്ഞു പോയിരിക്കുന്ന ഒരു കാലത്ത് വാസ്തവത്തിൽ ഇത് ഏതാണ് അതിപ്പം ഈ പറഞ്ഞ പോലെ മുമ്പൊക്കെ വളരെ ഗംഭീരമായിരുന്നു, ഇപ്പോൾ വളരെ മോശം, അങ്ങനത്തെ ഒരു നിലപാടേ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ രീതിയിൽ മാധ്യമങ്ങളുടെ ഈ ഡിസ്കോഴ്സ് മാറിപ്പോയ ഒരു പ്രത്യേക കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതൊക്കെ പറഞ്ഞാലും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, ഇപ്പോൾ അച്ചടി മാധ്യമമായാലും ടെലിവിഷൻ മാധ്യമമായാലും ഭൂരിപക്ഷവും ഇന്ന് ഇടതുപക്ഷ വിരുദ്ധ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അത് മറുപക്ഷത്തിൻ്റെ സ്വരം കേൾപ്പിക്കാൻ പോലും തയ്യാറല്ലാത്ത രീതിയിലേക്ക് മാറിപ്പോയിരിക്കുന്ന ഒരു സവിശേഷതയും കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഡൽഹിയിലൊക്കെ കേന്ദ്രത്തിലൊക്കെ പറയുന്നത് ആ ഭരണകൂടത്തിന് എൻ്റെ കൂടെ നിൽക്കുക, ഗോദി മീഡിയ, എല്ലാവരും നരേന്ദ്രമോദി പക്ഷം, എല്ലാവരും ഹിന്ദുത്വ പക്ഷം. ഇവിടെ ഭരണകൂടം ഇടതുപക്ഷത്തിൻ്റെയാണ്. അപ്പോൾ അതിന് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ടോൺ ഈ പങ്കെടുക്കുന്ന പിന്നെ പാനലിസ്റ്റുകൾക്കും ആങ്കർമാർക്കും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അതൊരു കൂടുതലൊരു വലിയ ഗ്രാറ്റിഫിക്കേഷൻ ആവും, ഞങ്ങൾ ഇങ്ങനെ ഭരണ വ്യവസ്ഥയ്ക്കാണ് എതിരെ. പക്ഷേ അതിനിടയിൽ കൂടെ നഷ്ടമാകുന്നത് ഈ ബഹുസ്വരത എന്ന് പറയുന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, അടിസ്ഥാനപരമായിട്ടുള്ളൊരു മൂല്യമാണെന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിച്ചത്. അപ്പോൾ അത് ഇന്ന് ഭീഷണി മൂല്യത്തിന്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഞാനൊന്ന് ആഡ് ചെയ്യട്ടെ. അതായത് നമ്മൾ പഠിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മളോട് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് പീപ്പിൾ, പ്രതിപക്ഷമാവുക. ഭരണത്തിനെ ഏറാൻ മൂളുന്നതിന് പകരം അവരുടെ കുറ്റങ്ങളും വീഴ്ചകളും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ആ ഒരു സിനാരിയോ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ. കഴിഞ്ഞ ഒരു 20 വർഷത്തിനിടയ്ക്ക് ടെലിവിഷൻ, പ്രിന്റ് മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഴിവ് തെളിയിച്ച പത്രപ്രവർത്തകരൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരായിരുന്നു. ഒരു പക്ഷേ അവർ പ്രവർത്തിക്കുന്ന മീഡിയയുടെ പൊളിറ്റിക്സിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു പോളിസിക്കനുസരിച്ച് അവർ ഓരോ രീതിയിൽ അത് മാറ്റം വന്നിട്ടുണ്ട്, അവരുടെ വർക്ക് നേച്ചറിൽ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഒരു പ്രത്യേക സിനാരിയോയിൽ ഒരു ഇടതുപക്ഷ വിരുദ്ധത മാധ്യമങ്ങൾ നിലനിൽക്കുന്നു, വലതുപക്ഷ മാധ്യമങ്ങൾ. അപ്പോൾ ഇവരുടെ പ്രീപോൾ സർവേകൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുക? എങ്ങനെയാണ് ആ പ്രീപോൾ സർവേകളുടെ ഒരു ആധികാരികത അല്ലെങ്കിൽ അതിൻ്റെ അതൊരു മൂല്യം നമുക്ക് കൽപ്പിക്കാൻ പറ്റുക? വാസ്തവത്തിൽ അതിനെപ്പറ്റി ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു ഈ ടെലിവിഷൻ ചാനലിൻ്റെ ഭാഗമായിരിക്കുകയും അതിൻ്റെ ഈ പോൾ സർവേസ് നടത്തുകയും ഒപ്പീനിയൻ പോൾ സർവേസ് ഒക്കെ നടത്തുന്ന അനുഭവത്തിൽ പറയുകയാണ്, അതിൽ കൈകടത്താനുള്ള ധൈര്യം ഒരു കാലത്തും മാധ്യമങ്ങൾ എന്തൊക്കെ നിങ്ങൾ നിലപാട് സ്വീകരിച്ചു. കാരണം നിങ്ങളുടെ ആധികാരികതയാണ് അറ്റ് സ്റ്റേക്ക് ആവുന്നത്. നിങ്ങൾ പക്ഷപാതിയായിട്ടാണ് ഒരു സർവേ നടത്തുന്നതെങ്കിൽ നാളെ അത് പൊളിഞ്ഞു പോയാൽ നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ നാണം കെടേണ്ടി വരും എന്നുള്ളൊരു ബോധവും തിരിച്ചറിവും ഭയവും അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തൊക്കെ നിലപാട് സ്വീകരിച്ചായിരുന്നാലും നമ്മൾ ഈ പുറത്തുള്ള സ്വതന്ത്ര പ്രൊഫഷണൽ ഏജൻസികളെ കൊണ്ടാണ് ഈ സർവേ നടത്തുന്നത്. അവർക്ക് തെറ്റിപ്പോവാം, അവർക്ക് അവരുടേതായ സാമ്പിളിങ്ങിൽ തെറ്റിപ്പോവാം, അവരുടെ മറ്റ് പല കാരണങ്ങളും കൊണ്ട് തെറ്റിപ്പോവാം, അത് കുഴപ്പമില്ല. പക്ഷെ നമ്മളായിട്ട് അതിൽ നിന്നും ഇടപെട്ട് അതിനെ ഈ പക്ഷമായി ആ പക്ഷമായി മാറ്റിയ അനുഭവം എനിക്കെന്തായാലും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കാലത്ത് ഒരു ചാനലും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെടുമോ? 2011 എനിക്ക് തോന്നുന്നത് പറ്റി. 2011 മിക്കവാറും എല്ലാ 2006 നാഷണൽ ലെവലിൽ തെറ്റിപ്പോയില്ല. 2021 തെറ്റിയില്ലേ? മലയാളത്തിലെ ഒരു ചാനൽ ഒരുപാട് തോൽക്കും ഉറപ്പിച്ചു പറഞ്ഞവരെല്ലാം ജയിച്ചു. അതെ, ആ തെറ്റിയത് അതിന്റെ ഒരു എഡിറ്റോറിയൽ ഡിസിഷന്റെ ഭാഗമായിട്ടാണ് എന്ന് വിശ്വസിക്കാൻ ഞാൻ ഇപ്പോഴും തയ്യാറല്ല. കാരണം അത്രയും ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര അപകടം നോർത്ത് ഇന്ത്യയിൽ അതൊക്കെ നടക്കുന്നുണ്ടാവാം കേട്ടോ. നോർത്ത് ഇന്ത്യയിൽ ഗോദി മീഡിയയിൽ എന്തും നടക്കും. ചിലപ്പോൾ ഉണ്ടാവാം, അതൊക്കെ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും. കേരളത്തിൽ അത് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ എന്നാൽ പോലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പേര് പറയുന്നില്ല, ഒരു പർട്ടിക്കുലർ മലയാളം വാർത്താ ചാനൽ പറഞ്ഞ ഒരു 30 സീറ്റിലെങ്കിലും ഇടതുപക്ഷം തോക്കുമെന്ന് പറഞ്ഞിടത്തെല്ലാം ജയിച്ചു. അതുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതൊരു അവരുടെ ഏജൻസിയുടെ കാര്യമല്ലാതെ അതേ ഏജൻസി തന്നെ ഇത്തവണയും അവർക്ക് വേണ്ടി സർവേ നടത്തിയിട്ടുണ്ട്. അപ്പൊ അവരതിന്റെ വസ്തുനിഷ്ഠതയും അതിന്റെ ഒരു കാര്യങ്ങൾ പലർക്കും തെറ്റിപ്പോയിട്ടുണ്ട്. എല്ലാ ഏജൻസികൾക്കും തെറ്റിപ്പോവാത്ത ഏജൻസികൾ. പക്ഷേ കേരളത്തിലെ ഒരു പ്രത്യേകത, ഇപ്പോൾ കഴിഞ്ഞ തവണ
പ്രണോയ് റോയുടെ പ്രോഗ്രാമിൽ കണ്ട ഡീകോഡിൽ കണ്ട 90% കേരളത്തിൽ ശരിയായിട്ടാണ് വന്നിട്ടുള്ളതെന്നാണ് അദ്ദേഹത്തിന്റെ കണക്ക്. ഒരു ഇതുവരെയുള്ള അവരുടെ സർവേയിലല്ല, പ്രീപോൾ ഒപ്പീനിയൻ പോൾ സർവേകൾ മുഴുവൻ എടുത്താലും കേരളത്തിന്റെ റെക്കോർഡ് 90% ശരിയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഇപ്പോഴത്തെ നടന്നിട്ടുള്ള പ്രീപോൾ സർവേകളെ പറ്റിയിട്ട് പ്രണോയ് അവസാനം പറയുന്ന ഒരു കണക്കുണ്ട്, പോൾ ഓഫ് പോൾസ്. അത് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ അതിൽ പറയുന്നത് UDF-ന് 65, LDF-ന് 64, NDA-ക്ക് BJP അടക്കുന്ന NDA-ക്ക് 6 സീറ്റ്, പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് 3 സീറ്റ് പറയുന്നത്. അതെനിക്ക് തോന്നുന്നു അവരുടെ ക്ലാസിഫിക്കേഷനിൽ വന്ന മത്സരിക്കുന്നില്ലല്ലോ, ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള എററായിട്ട് തോന്നിയത്. അതെ, അത് തെറ്റിപ്പോയതാവാനാണ് സാധ്യത. പക്ഷേ ഇങ്ങനത്തെ ചില കേരളത്തിന്റെ ചില സവിശേഷമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തെറ്റ് പോകുന്നത് നമ്മൾ തുടങ്ങിയ കാലം മുതൽ തെറ്റുണ്ട്. ഇന്ത്യ ഷൈനിങ് എല്ലാവർക്കും പൊളിഞ്ഞ് പാളീസായി പോയതാണ്. അതിനുശേഷം എത്രയോ തവണ അന്നൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നൊക്കെ എക്സിറ്റ് പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഓരോ ആഴ്ചയും സർവേ നടത്തിക്കൊണ്ട് ആരൊക്കെ ജയിക്കും, അപ്പം അത് വോട്ടർമാരെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വാധീനിക്കാനുള്ള എഫക്ട് പലപ്പോഴും അത് നിങ്ങൾ ജയിക്കാൻ പോവാണെന്ന് ഇപ്പൊ തന്നെ ഇവർ തോറ്റ് തുന്നം പാടും എന്ന് LDF ധരിച്ചിരുന്ന കാലത്തൊന്നും മാറിപ്പോയതോടുകൂടി ഒരു വലിയ വിഭാഗം തെരഞ്ഞെടുപ്പ് ഇതുവരെ വോട്ട് മറ്റു മറുപക്ഷത്തെയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം എന്ന് കരുതിയവർ പോലും ഇപ്പുറത്തേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുണ്ട്, ആ ബാൻഡ് വാഗൺ എഫക്റ്റ് ഉണ്ട്. പക്ഷേ മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞ പോലെയാണ് ഈ പ്രൊഫഷണൽ ഏജൻസീസും അവരുടെ അവരുടെ ബിസിനസ്സാണ് അവർ അപകടത്തിലാവുന്നത്. കാരണം അവർ അതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, കാരണം എല്ലാവരും കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കുന്ന വലിയ മത്സരമുള്ളതാണ് ഈ സെഫോളജിസ്റ്റുകളുടെ ഇലക്ട്രൽ. അപ്പോൾ അവരാരും ഒരു മനഃപൂർവ്വം പക്ഷപാതപരമായിട്ട് നടത്തുകയും യാഥാർത്ഥ്യത്തിൽ നിന്ന് മനഃപൂർവ്വം മാറ്റി യാഥാർത്ഥ്യത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ബിസിനസ്സിന് അത് വലിയ അപകടമാവും എന്നുള്ളതാണ്. ഈ ഇലക്ഷൻ സർവേകളുടെ കാര്യം പ്രത്യേകിച്ച് പറയുന്ന സമയത്ത് ഞാനിത് കുറേ കാലമായിട്ട് സെൻട്രൽ ലെവൽ നാഷണൽ ലെവലിൽ പഠിക്കും. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർണായകമായിട്ട് ഇലക്ഷനെ സ്വാധീനിക്കുന്ന വിഷയമായിട്ടുള്ള ഇതുവരെയുള്ള ഇപ്പോൾ ഈ പ്രണയറായി പറഞ്ഞിട്ടുള്ള ഈ ചരിത്രം പോലെ പരിശോധിക്കുന്ന സമയത്ത് അതിൽ കറപ്ഷൻ തിരഞ്ഞെടുപ്പുകളെ നിർണായകമായി സ്വാധീനിക്കുന്ന ഒരു വിഷയമായിട്ട് വൈകാരികമായിട്ട് വരാറുണ്ട്. പിന്നെ ഈ മോദി വന്നതിന് ശേഷം ഈ 2014 ശേഷം ഈ ഡെവലപ്മെൻറ്റ് എന്നുള്ള സാധനത്തെ ഒരു വലിയൊരു പാരാമീറ്ററായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. മൂന്നാമത് ഈ തൊഴിലില്ലായ്മ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്ന സംഭവമാണെങ്കിലും അത് ഇലക്ഷനെ നിർണ്ണയിക്കാറില്ല എന്നാണ് ഈ പറഞ്ഞിട്ടുള്ള സർവേകളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഇത്തവണ ഞാനിത് മഞ്ജുറോട് കൂടി ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങളൊരു യൂത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവും കൂടിയാണ്. അപ്പോൾ ഈ ഇലക്ഷനിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ഒരു 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 വിഷയം, ഇതുപോലെ സെൻട്രൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബൈജുവിനോടും MGR-നോടും മഞ്ജുവിനോടും കൂടിയാണ്. അല്ല, എനിക്ക് തോന്നുന്നത് ഈ വെങ്കടി പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പുകളിൽ എത്രയൊക്കെ വലിയ പ്രൊഫൗണ്ടായിട്ടുള്ള ആഴമേറിയ വിഷയങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വലിയ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ദിവസങ്ങളിലെ വളരെ ഇമോട്ടീവ്, വളരെ വൈകാരികവും വ്യക്തിപരവുമായിട്ടുള്ള കാര്യങ്ങൾ വലിയ സ്വാധീനം ചെലുത്താറുണ്ട്. അതിനകത്തൊരു എത്രമാത്രം നിങ്ങൾക്ക് ഇത്ര പ്രോജക്റ്റ് ഉണ്ടാക്കി, എത്ര തൊഴിലില്ലായ്മ നിങ്ങൾ കുറച്ചു, എത്ര ദാരിദ്ര്യം കുറച്ചു, പക്ഷേ അത് ഓവറോളായിട്ട് അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ LDF-ൻ്റെ ഒരു വലിയ അവകാശവാദം യാഥാർത്ഥ്യത്തിൽ നിരക്കാത്തതൊന്നുമല്ല, അവരുടെ റെക്കോർഡുണ്ട്. പക്ഷെ അതൊരു വലിയ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള സംശയമില്ല. ഇതിനകത്ത് ഞങ്ങൾ അത് ചെയ്തതിൽ നിരന്തരമായിട്ടുള്ള ആ ക്യാമ്പയിൻ അതുകൊണ്ട് ഫലമുണ്ടായിട്ടുണ്ട്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ചർച്ച തുടർച്ച വേണോ വേണ്ടയോ എന്നുള്ളതാണെന്ന്. അത് കാരണങ്ങൾ എന്തൊക്കെയായാലും 10 വർഷമായി, ചിലർ പറയുന്നത് 10 വർഷമായിട്ടില്ല, ഇനി നമുക്ക് ബോറടിച്ചു മാറിക്കളയാം. നരേന്ദ്രമോദിക്ക് അതില്ലാത്തതിൽ ഒരു വലിയ പ്രശ്നം, അതിനകത്തൊരു മതമുണ്ട്, നമ്മുടെ ആൾക്കാരാണ് എന്നൊരു മഹാഭൂരിപക്ഷത്തിന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഇത് ഞങ്ങൾക്ക്, കാരണം അതൊരു വൈകാരികമായിട്ടുള്ള ഒരു ആഗ്രഹം. ഇത് വൈകാരികമല്ല, ഞാൻ പറഞ്ഞ ഇടതുപക്ഷത്തോടും ഇവിടുത്തെ UDF-നോടും ഉള്ളത് കുറേയൊക്കെ വസ്തുനിഷ്ഠപരവും അവരുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെയും ചരിത്രത്തിനും. മറ്റേതങ്ങനെയല്ല, ബാക്കി ആർക്കും ഇല്ലാത്തൊരു വലിയ പ്ലസ് പോയിന്റ് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ക്യാമ്പയിന് സമയം, അല്ലെങ്കിൽ ഇപ്പോൾ ഡിമോണിറ്റൈസേഷൻ പോലെ എല്ലാ കുടുംബങ്ങളെയും ബാധിച്ച ഒരു പ്രശ്നം കഴിഞ്ഞാലും പിന്നെ നമ്മൾ കാണുന്നത് ജയിച്ചു വരികയാണ്. കോവിഡ് കഴിഞ്ഞ് വന്നില്ലേ? അപ്പോൾ ആത്യന്തികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം മതം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അതിവിടെ അത്ര വേണ്ടത്ര ഫലിക്കുന്നില്ല എന്നുള്ളത് ഭൂരിപക്ഷം പേരിലെങ്കിലും എന്നാണ് എനിക്ക് തോന്നുന്നത്. മതം തെരഞ്ഞെടുപ്പിൽ ബലിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ ബൈജു സാറേ?
അല്ല, മതം തെരഞ്ഞെടുപ്പിൽ വലിക്കുന്നുള്ളതിൻ്റെ ഇതാണല്ലോ ഈ പാട്ടും പിന്നെ ഈ സ്വർണ്ണപ്പാളിയും ഒക്കെ എന്നെ സംബന്ധിച്ചോളം വളരെ വളരെ ചെറിയ കാര്യമായി ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണം എന്ന് പറയുന്നത്. അതൊരു നോൺ ഇഷ്യൂ എന്ന് തന്നെയാണ് ഞാൻ പറയും. പക്ഷേ അതൊരു വലിയ ഇഷ്യൂ ആയി നമ്മുടെ ആളുകൾ കരുതുന്നു എന്നുള്ളതാണ്. മതം ഒരു വലിയ ഘടകം തന്നെയാണ്. മാത്രമല്ല നമ്മളൊക്കെ പണ്ട് മുതലേ ഒരു 10-40 വർഷമായി ഈ ഇലക്ഷനുമായിട്ട് തിരഞ്ഞെടുപ്പ് മാധ്യമപ്രവർത്തകൻ എന്നുള്ളതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളും അതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാഷ്ട്രീയത്തിലോട്ടുള്ള താല്പര്യം കൊണ്ട് ഒരു 1977 കാലം മുതൽ തിരഞ്ഞെടുപ്പിൽ സജീവമായി അതിൻ്റെ റൂട്ട് ഇതിൽ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയ്ക്കൊക്കെ അന്നൊന്നും ഒരിക്കലും പിന്നെ ഒരു വോട്ടർ അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ല ഇന്ന് കാണുന്ന രീതിയിലല്ല ഇന്ന് കാണുന്നത്. ഇന്ന് മതം ഒരു വലിയ ഘടകം തന്നെയാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കേരളത്തിൽ BJPക്ക് ഇത്രയും ഒരു പിന്നെ ഇത് മേടിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? അവർക്ക് ഇന്ന സീറ്റുകളിൽ ഞങ്ങൾക്ക് മാത്രമല്ല എന്ത് അബദ്ധവും പറയും, എന്ത് വിട്ടിത്തം പറഞ്ഞാലും കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരുന്ന ഒരു പാർട്ടി പറയുക അവരുടെ പ്രകടന പത്രികയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന എങ്ങനെയാണ്? അത്ര പോലും റിയലിസ്റ്റിക് അല്ലാത്ത കാര്യങ്ങൾ പറയുന്ന, അപ്പോൾ അവർക്ക് മതം മാത്രമാണ് ആയുധം. അല്ല, അവർ പറയുന്ന ഒരു കാര്യം പോലും നടപ്പാക്കില്ല എന്ന് നമുക്കെല്ലാം അറിയാം, പിന്നെ വോട്ടർമാർക്കും അറിയാം. പക്ഷേ അവരുടെ മതം, അവർ മുന്നോട്ട് വെക്കുന്ന മതപരമായ അവർ ചില ഭീഷണികൾ, ചില പേടിപ്പെടുത്തലുകൾ വേറെ രീതിയിൽ, കാര്യം മുസ്ലിം ലീഗ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് അത് വലിയ ഇഷ്യൂ ആണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്ന ഒരു കാര്യം തന്നെ UDF LDF തമ്മിലുള്ള ഈ ഭയങ്കരമായ മത്സരത്തിനിടയിൽ രക്ഷപ്പെട്ടു പോകുന്ന BJP എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. BJPയുടെ ഏറ്റവും വലിയ BJPയെ നമ്മൾ ആളുകൾ ശരിക്കും മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിക്കാൻ ഈ രണ്ട് മുന്നണികളും ശ്രമിക്കുന്നില്ല ഇത്തവണ. അവർ രണ്ടുപേരും പരസ്പരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് യാതൊരു ദാക്ഷിണ്യമില്ലാതെ LDF UDFനെയും UDF LDFനെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP വളരെ സമർത്ഥമായി അതിനിടയിലൂടെ രക്ഷപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ആശങ്കയാണ് എനിക്കുള്ളത്. എത്ര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്? 4 കോൺസ്റ്റിറ്റ്യുവൻസിയിലെങ്കിലും അവർക്കൊരു എഡ്ജ് ഉണ്ട്. ആ എഡ്ജ് 4 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവരതൊരു വോട്ടാക്കി മാറ്റി, ഒരു ഭൂരിപക്ഷമാക്കി മാറ്റിയാൽ വേറെ നിവൃത്തിയൊന്നുമില്ല. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് ഞാൻ കാണുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു ചർച്ചയിലും പറഞ്ഞു, രാജഗോപാൽ ജയിച്ചു എന്ന് പറയുന്ന രാജഗോപാലിനെ നമ്മളൊരു BJPക്കാരനായിട്ടല്ല വാസ്തവത്തിൽ കാണുന്നത്. രാജഗോപാൽ ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരാളായിട്ട് കേരളത്തിൽ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് പരാജയപ്പെട്ട്, അപ്പോൾ നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിന് ഒരിക്കലും വോട്ട് ചെയ്ത ഒരാളല്ല ഞാൻ. പക്ഷേ 70 മുതൽ അദ്ദേഹം 70 കുറച്ചോട്ട് പുറകിൽ നോക്കിയാലുണ്ട്. അപ്പോൾ അന്ന് ഒരു മത്സരിക്കുന്ന ഒരാൾ തിരുവനന്തപുരം സിറ്റിയിൽ എത്ര പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട് പാർലമെന്റ് പിന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. അപ്പോഴൊന്നും 70 അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് 26% വോട്ട് കിട്ടിയിട്ടുണ്ട്. 70 അതായത് BJP 84 2 സീറ്റൊക്കെ ഇന്ത്യ മുഴുവൻ നേടിയിട്ടുള്ളൂ. ജനസംഘത്തിന്റെ പേരിൽ 70 അദ്ദേഹത്തിന് 26% വോട്ടാണെന്ന് കിട്ടിയത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അത് പാർട്ടിക്ക് അപ്പുറത്തുള്ള ഒരു അപ്പീൽ ഉണ്ടായില്ല. അത് രാജഗോപാലിനും KG മാരാർക്കൊക്കെ അതിന്റെ ഇതുണ്ടായിരുന്നു. ഇപ്പൊ ഏതെങ്കിലും ഒരു BJP നേതാവിനെ അവരോട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂ? ഇപ്പോഴുള്ള ആർക്കെങ്കിലും ഒരാളെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരം BJP നേതാക്കൾ പിന്നെ നിയമസഭയിൽ വരികയാണെങ്കിൽ അത് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തമായിട്ടാണ് കാണുന്നത്. ഏറ്റവും വലിയ ദുരന്തമാണ്. അത് എങ്ങനെയാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അല്ലെങ്കിൽ മതത്തിൻ്റെ കാര്യം പറയുമ്പോൾ പിന്നെ ഞാൻ പല ആൾക്കാരോടും സംസാരിക്കുന്ന സമയത്ത് കേട്ടിട്ടുള്ളൊരു സാധനം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും പഞ്ചായത്ത് ഇലക്ഷൻ സമയത്തുണ്ടായിരുന്നു ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഇൻ ഫേവർ ഓഫ് UDF അനുകൂലമായിട്ടുള്ള സ്ഥാനം. അതുകൊണ്ട് പ്രത്യേകിച്ചും അതിപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് ME ഗോവിന്ദനെ പോലെയുള്ള CPM സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദനെ പോലുള്ള ആൾക്കാർ നടത്തിയിട്ടുള്ള വലിയ പ്രചണ്ഡമായ പ്രചാരണം അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മുസ്ലിം വിരുദ്ധ രീതിയിൽ അത് ഫ്രെയിം ചെയ്യപ്പെട്ടു. അപ്പോൾ ഒടുവിൽ മറ്റേ കാൻഡിഡേറ്റ് മറ്റേ പെൺകുട്ടിയുടെ കാൻഡിഡേറ്റിന്റെ പോലും. അപ്പോൾ അത് എങ്ങനെയാണ് അത് അത്തരമൊരു ഫാക്ടർ വർക്ക് ചെയ്യണില്ലേ? ഇതിൽ എനിക്കൊന്ന് UDFന് അനുകൂലമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് തന്നെയാണ്. ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അപ്പുറത്ത് ഈ ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണം വളരെ പ്രധാനമായിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, 2 സൈഡിലും പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പിൽ വന്ന് തെരഞ്ഞെടുപ്പിന് അവരുടെ മണ്ഡലങ്ങളായി തിരഞ്ഞെടുത്തത് അതൊരു വലിയ ഇമ്പാക്റ്റാണ് ഈ മൈനോറിറ്റീസിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ അതായത് BJPക്കുള്ള ബദൽ മുഖം നമ്മുടെ സ്വന്തം ചേരിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് ഒരു വല്ലാത്ത ഒരു അനുകൂല ഘടകമാക്കി മാറിയിട്ടുണ്ട്. 2, നേരത്തെ പറഞ്ഞ പോലെ ഈ മുസ്ലിം വിരുദ്ധ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു ഇടതുപക്ഷ നിലപാട് തീർച്ചയായിട്ടും ശരിയായ നിലപാട് തന്നെയാണ്. കാരണം ന്യൂനപക്ഷ വർഗീയത പോലെ തന്നെയാണ് ഭൂരിപക്ഷ വർഗീയത.
ജമാഅത്ത് ഇസ്ലാമി അപകടകരമായ രാഷ്ട്രീയം ഉള്ളതാണ്, ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടതാണ് എന്ന് പറയുമ്പോൾ ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ഇടതുപക്ഷം അവരുടെ കൂടെ നിന്നിരുന്നവരല്ലേ? അത് ശരിയാണ്, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയായിരുന്നു എന്നവർക്ക് തിരിച്ചറിയണം. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ന്യൂനപക്ഷ വർഗീയത അതിലൊരു ഒരു 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 ഗതികേടിൻ്റെ അംശം കൂടെ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. നിങ്ങൾ മൈനോറിറ്റീസ് എല്ലാം അങ്ങോട്ട് പോകുന്നു, UDFിലേക്ക് പോകുന്നു. ഭൂരിപക്ഷത്തിലെ ഹിന്ദു മതത്തിൽ നിന്നൊരു വലിയ വിഭാഗം, അവരുടെ ഒപ്പം നിന്ന ഒരു വലിയ വിഭാഗം BJPയിലേക്ക് പോയിരുന്നു. അപ്പോൾ ഈ പാർലമെൻ്ററി വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അധികാരത്തിൽ വരികയും ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതൊരു വല്ലാത്ത ഒരു നിൽക്കക്കള്ളിയില്ലാത്ത ഒരു അവസ്ഥ കൊണ്ടെത്തിക്കുന്ന ഒരു സ്വാഭാവികമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവരുടനെ ആ ചില പുതിയ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളുമായിട്ട് അമിതമായ ബന്ധം സ്ഥാപിച്ചു. വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ സ്ഥിരമായി മുസ്ലിം വിരുദ്ധ വർത്തമാനങ്ങൾ നടത്തുന്ന ആളാണ്. അപ്പോൾ അതിനെ തടഞ്ഞില്ലെന്ന് മാത്രമല്ല, അതുണ്ടായിട്ടും അദ്ദേഹത്തിന് ഒപ്പം ചേർത്തു. ഇതെല്ലാം കൂടെ ഉണ്ടാക്കുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു സോഫ്റ്റ് ഹിന്ദു ആരോപണം വന്നു, മൃദു ഹിന്ദു സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞു, ഇസ്ലാമിക വിരുദ്ധ. പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ അവരുടെ എണ്ണം കുറവായിരിക്കും, അവരുടെ രാഷ്ട്രീയ സാന്നിധ്യം കുറവായിരിക്കും, പക്ഷേ അവരുടെ മാധ്യമ സാന്നിധ്യം എന്ന് പറയുന്നത് ഭയങ്കര ഗംഭീരമായിട്ടുള്ള സാന്നിധ്യമാണ്. മുസ്ലിം വിഭാഗത്തിനിടയിൽ ഏറ്റവും അധികം സ്വാധീനിക്കാവുന്ന ഒരു മാധ്യമ ഒരു സിസ്റ്റമാണ് അവർക്കുള്ളത്. അതെല്ലാം ഫലിച്ചത്. അപ്പോൾ അത് ഫലപ്രദമായിട്ട് ഇടതുപക്ഷ വിരുദ്ധർ ഉപയോഗിക്കുകയും ചെയ്തു. ഇടതുപക്ഷ വിരുദ്ധ അവരുടെ ആർഗ്യുമെൻ്റ് എന്താണ്? നിങ്ങൾ RSSനെ വിമർശിച്ചാൽ ഹിന്ദു വിരുദ്ധമാണെന്ന് പറയാൻ പാടില്ല എന്നുള്ള ന്യായമാണ്. അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇസ്ലാമിക വിരുദ്ധം? പക്ഷേ ഇതുണ്ടാക്കിയ ഒരു ടോട്ടൽ ഇമ്പാക്റ്റ്, അതിൻ്റെ പോലെ നേരത്തെ വെങ്കടി പറഞ്ഞ പോലെ ചില നേതാക്കന്മാരുടെ യാതൊരു ബുദ്ധിശൂന്യമായ ചില പ്രസ്താവനകൾ ഈ വർത്തമാനത്തിൽ കൂടെയൊക്കെ ഉണ്ടായി. ഇതെല്ലാം കൂടെ ഉണ്ടായ ടോട്ടൽ ഇമ്പാക്റ്റ് നിങ്ങളെ മുസ്ലിം വിരുദ്ധ ആണ് എന്ന്. അതോടുകൂടി കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് ഇടതുപക്ഷത്തിന് ഒരിക്കലും ഇല്ലാത്ത പോലെ സ്വാധീനം മുസ്ലിം സമുദായത്തിൽ ഉണ്ടായ ഒരു കാലമാണിത്. വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടിരുന്ന ഒരു കാര്യം വിമർശനെ പോലുള്ളവർ അന്നേ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാതെ ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ ഇവിടെ വികസിപ്പിക്കാൻ കഴിയില്ല. അതേസമയത്ത് കഴിഞ്ഞ ഒരു 20 വർഷമായിട്ടുള്ളൊരു നേട്ടം പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനിടയിൽ വലിയ സ്വാധീനം ഇടതുപക്ഷത്തിന് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അത് ഈ CAAയുടെ കാര്യത്തിലായാലും BJPക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതായാലും കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദു സമീപനം, ഇതൊക്കെയാണ് അതിനെ സഹായിച്ചത്. പക്ഷേ അതെല്ലാം ഈ കഴിഞ്ഞ ഒരു വർഷങ്ങൾക്കിടയിലുണ്ടായ ഈ പുതിയ തരത്തിലുള്ള പരിപാടികൾ കാരണം അത് നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഇന്ന് നമുക്ക് വളരെ ശക്തമായി കാണാം. അതാണിപ്പോൾ കോഴിക്കോടും മറ്റും കാണുന്ന ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ഭീഷണി. മലപ്പുറത്തെ എന്തായാലും പോട്ടെ, കോഴിക്കോടും മറ്റും ഭീഷണിയിൽ വന്നിരിക്കുന്നതിൻ്റെ കാരണം ഇത്. അതിനോടൊപ്പം തന്നെയാണ് ക്രിസ്തീയ വിഭാഗം എല്ലാ കാലത്തും ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളായിട്ടൊരു അകൽച്ച UDFുമായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിൻ്റെ ഡോമിനൻസിനെ കുറിച്ചുള്ള ഭയം, പിന്നെ പല കാരണങ്ങൾ, ഈ ലവ് ജിഹാദ്, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ. അത് ആണ് BJPയോടൊരു പക്ഷം സ്വീകരിച്ചു. 5% വോട്ട് ക്രിസ്ത്യാനികൾ കഴിഞ്ഞ തവണ 2024 വോട്ട് ചെയ്തു എന്ന് സർവേകളൊക്കെ തെളിഞ്ഞു. ഇതെല്ലാം കൂടെ ഉണ്ടായത് എന്താ? പക്ഷേ അതിനുശേഷം ഈ ക്രിസ്തീയ വിഭാഗങ്ങളും BJPയും തമ്മിൽ ചില ബന്ധങ്ങളിൽ ചില ഇടർച്ചകളുണ്ടായി. പല മണിപ്പൂരിലുണ്ടായത്, ജാർഖണ്ഡിലുണ്ടായത്, പല കാരണങ്ങൾ കൊണ്ട്. പിന്നെ ഇപ്പോൾ അവസാനം FCNRA വന്ന് അവസാനിക്കുന്നു. ഇതെല്ലാം ഈ മൈനോറിറ്റീസിനെ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുണ്ടായിരുന്ന ചില വിഭാഗത്തെ കൂടെ BJPയിലേക്ക് പോയ വിഭാഗത്തെ എല്ലാം തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു വൻതോതിലുള്ള ഈ മൈനോറിറ്റി കൺസോളിഡേഷനാണ് UDFന് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും അനുകൂലമായ ഘടകം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ എന്തൊക്കെ ഘടകങ്ങളെന്ന് പറയുന്നതിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചു, ഇപ്പം മതം, ന്യൂനപക്ഷം അടക്കമുള്ളത് സംസാരിച്ചു. ഞാൻ വേറൊരു കാര്യത്തിലേക്ക് കൂടി ശ്രദ്ധ കൊണ്ടുവരട്ടെ. ഈ ഫ്രീ ബീസുകൾ, അതായത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ BJP പയറ്റി തെളിഞ്ഞ തന്ത്രം ജനങ്ങളെ സ്വാധീനിക്കുക. അപ്പം ഇലക്ഷൻ കമ്മീഷൻ അതിൽ ഇടപെടുകയും കോടതി ഇടപെടുകയും അത്തരം ഫ്രീ ബീസുകൾ പാടില്ലെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇവിടെയും ഈ ഇലക്ഷൻ പ്രകടന പത്രിക നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ ബീസുകൾ വളരെ രീതിയിൽ പ്രകടമായി തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇൻഷുറൻസ് സ്കീം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ 35 വയസ്സ് കഴിഞ്ഞ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ ആയിക്കൊള്ളട്ടെ. ഇനി ഇതിനും പുറമെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വാർത്ത വരുന്നു, തൃശ്ശൂരിൽ നിന്ന് ഗോഡൗണിൽ ഭക്ഷ്യക്കിറ്റുകൾ വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് പിന്നിൽ NDA ആണെന്ന് പറയുന്നു. കോൺഗ്രസിൻ്റെ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നു. ശരിക്കും ഈ ഫ്രീ ബീസുകൾ എങ്ങനെയാണ് സാധാരണക്കാർക്കിടയിൽ ഒരു വലിയ ചലനം ഉണ്ടാക്കുമോ? ഈ ഫ്രീ ബീസ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഉണ്ടല്ലോ, അതിനകത്തൊരു എനിക്കതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മൾ സാമൂഹ്യക്ഷേമപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് കേരളത്തിനെ കരുത്തുള്ള ഒരു പശ്ചാത്തലത്തിൻ്റെ കാരണം.
ഈ സാമൂഹ്യക്ഷേമ നടപടികളിൽ പെൻഷൻ മുതലായത് 10-65 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നു, പലതരത്തിലുള്ള പെൻഷൻ കൊടുക്കുന്നു, പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നു. ഇതൊക്കെ ഒരു ഗവൺമെൻറ് ആ സമൂഹത്തിലെ ബുദ്ധിമുട്ടുള്ള വിഭാഗങ്ങളെ താങ്ങി നിർത്തുന്ന ചില സഹായ പരിപാടികളാണ്. അപ്പോൾ ഇതിനെ ഒരു പൂർണ്ണമായിട്ട് ഒരു നെഗറ്റീവായിട്ടുള്ള വളരെ നിഷേധപരമായിട്ടുള്ള രീതിയിൽ ഫ്രീ ബി എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നത് അതൊരു നവലിബറൽ കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. അത് പൂർണ്ണമായിട്ട് അത് ഗ്രോത്ത് മാത്രമാണ് ശരി, സാമ്പത്തിക വളർച്ച മാത്രമാണ് ശരി എന്ന് കരുതുന്ന നമ്മുടെ പുറത്തുണ്ടായിരുന്ന ബാഹ്യ ഇതെല്ലാം ആ ആലോചന പോലും ഇപ്പോൾ കാലഹരണപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിജയം എന്താണ്? ഏറ്റവും വലിയ വലതുപക്ഷ നവലിബറൽ സർക്കാരാണെങ്കിലും അവർ ഏറ്റവും കൂടുതൽ വെൽഫെയർ നേരത്തെ പറഞ്ഞ പോലെ വെൽഫെയർ സിസ്റ്റത്തിലൂടെയാണ്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു വിജയകരമായ ഒരു ഫോർമുലയായിട്ട് അത് കേരളത്തിൽ നേരത്തെ തന്നെ പരീക്ഷിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കേന്ദ്രത്തിലും പരീക്ഷിച്ചത് മാത്രമല്ല, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായി പ്രവർത്തിക്കുന്ന എല്ലാ സംസ്ഥാന സർക്കാരുകളും ജനങ്ങൾക്ക് അനുകൂലമായി സ്വീകരിച്ച ഒരു നിലപാട്. അപ്പോൾ ഇത് മുഴുവൻ അങ്ങ് പ്രത്യുൽപാദനപരമല്ലെന്നോ അല്ലെങ്കിൽ അതൊരു ഇതാണെന്നോ എന്ന് തള്ളുന്നൊരു കാര്യമില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഒരു തരം കൈക്കൂലി പോലെ എല്ലാവരും നിരന്തരം പ്രഖ്യാപിക്കുന്ന അവർക്ക് ഈ കാശ് കൊടുക്കും, ഇവർക്ക് ഈ കാശ് കൊടുക്കും എന്ന് പറയുന്നത് അതിനെപ്പറ്റി നമുക്ക് വേണമെങ്കിൽ ചർച്ചയാവാം. പക്ഷേ ഇതിനോടൊരു പൂർണ്ണമായിട്ട് നിഷേധ നിലപാട് സ്വീകരിക്കുന്നത് സാമ്പത്തിക ഗ്രോത്ത് മാത്രം മതി, കുറേ മൂലധന നിക്ഷേപം അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ നമ്മൾ അടുത്ത കാലം വരെ അങ്ങനെയായിരുന്നു, ലോകബാങ്ക് അങ്ങനെയായിരുന്നു, അത് അവർ പോലും മാറിക്കഴിഞ്ഞിരിക്കുന്നതല്ലേ. കൂടുതൽ സാമൂഹ്യ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതെ. പക്ഷേ ഇപ്പോൾ ഒട്ടും റിയലിസ്റ്റിക് അല്ലാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആ സ്ത്രീകളെ മുഴുവൻ സൗജന്യ അത് ശരിയാണ്. അതേപോലെ 25 ലക്ഷം രൂപ കുടുംബ ഇൻഷുറൻസ് ആണ് UDF-ന്റെ രണ്ട് കാര്യങ്ങളും ഒരിക്കലും അവർ പിന്നെ UDF ആയിട്ട് നടപ്പാക്കും നമുക്കുള്ള പ്രതീക്ഷ വേണ്ട. അവർ പറയുന്നതല്ലാതെ നടപ്പാക്കാനല്ലോ UDF. യാഥാർത്ഥ്യബോധമില്ലാത്ത പരിപാടിയാണ്. പക്ഷേ എൻ്റെ യഥാർത്ഥ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, അത് വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി, അത് ഒരു ഗവൺമെന്റിന് ജനങ്ങളോടുള്ള ഒരു കടമയാണ്. അത് വളരെ കൃത്യമായി എഫിഷ്യൻ്റായി ചെയ്യുന്നു എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. പക്ഷേ ഇലക്ഷന് തൊട്ട് മുമ്പ് ഇത് വർദ്ധിപ്പിക്കും, ഇത് കൂട്ടും, ഇത്ര കൊടുക്കും, അങ്ങനെ വെക്കുന്ന അത്തരം യാഥാർത്ഥ്യബോധമില്ലാത്ത അങ്ങനത്തെ പ്രഖ്യാപനങ്ങൾ പൊളിഞ്ഞു പോവും. പക്ഷേ ജനങ്ങൾ അത് അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് എല്ലാവരും അങ്ങനെ. ഇപ്പം ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ ഏറ്റവും വലിയ വിജയം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അവർ നടത്തിയ വമ്പിച്ച ജനക്ഷേമകരമായ സ്ത്രീകൾക്ക് ടിക്കറ്റുകൾ, ഫ്രീ ടിക്കറ്റും ഇതെല്ലാം തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞു അതെല്ലാം ഒരു അതിന്റെ സാമ്പത്തിക കേരളത്തിന്റെ എക്കണോമിക്സിൽ അത് വർക്ക് ചെയ്യില്ല, ഡൽഹിയിൽ അത് വർക്ക് ചെയ്യുമായിരുന്നു. അതെ, തമിഴ്നാട്ടിൽ കൊടുക്കുക, സാരി കൊടുക്കുക, ടെലിവിഷൻ കൊടുക്കുക, ഒരുപാട് പണം തന്നെ കൊടുക്കുന്നുണ്ട്. ഈ സാമൂഹ്യ ക്ഷേമം അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് ആദ്യം ഏറ്റവും കൂടുതൽ അധ്യാപകരുടെയും കർഷക പിന്നെ അവസാനിപ്പിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് വളരെ ഇമ്പാക്ട് ഉണ്ടാക്കിയില്ലേ. അത് ആ രീതിയിൽ അടുത്തൊരു ഇലക്ഷനെ മുന്നിൽ കണ്ടിട്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ 70-ലെ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ, അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ, കർഷക തൊഴിലാളി പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കൊണ്ടുവന്ന ഒരു നിയമം കൊണ്ട് അതൊന്നും ഒരു ഈ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ ഇതാക്കിയില്ല. അതൊരു ഈ നേരത്തെ രാധാകൃഷ്ണൻ പറഞ്ഞ മാതിരി ജനങ്ങൾക്ക് ആവശ്യമായവരുടെ സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ഗവൺമെന്റിന്റെ കടമയാണ്. എല്ലാ കാര്യങ്ങളും വിപണിയാണ് തീരുമാനിക്കുന്നത് എന്നുള്ള സിദ്ധാന്തത്തിന്റെ ഒരു മറുപക്ഷമാണ്. ഇൻക്ലൂസീവ് ആക്കുന്നത് വിപണിയാണ് തീരുമാനിക്കുന്നത് എന്നുള്ളൊരു അവസ്ഥയായിരുന്നു 1991 മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് കാലത്തായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ പുച്ഛിക്കപ്പെട്ടത്. ഇത് യാതൊരു വെൽഫെയർ, ഇപ്പോഴും കേരളത്തിനെ പറ്റി ഇതൊരു വെൽഫെയർ സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നത് പുച്ഛിക്കുന്നത്. പക്ഷെ നരേന്ദ്രമോദി ചെയ്തു എന്ന് പറയുന്ന പല സാമൂഹ്യ എന്താണ് ഇത്തരം വെൽഫെയർ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയേണ്ട മറ്റേ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കിയതല്ല. അതും അതെ, അതാ പറഞ്ഞത്, അതൊരു രാഷ്ട്രീയമായിട്ട് അവർക്ക് യോജിക്കുന്ന, അവർക്ക് ഗുണമാണെന്ന് തോന്നുന്ന രീതിയിൽ അത് മാറ്റിമറിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അതിൻ്റെ ഈ നരേന്ദ്രമോദിയുടെ വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വ്യാപക, ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോവുകയാണെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് കാണാം. എല്ലാ വീടുകളിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ എത്തിയിട്ടുണ്ട് അവരുടെ ചില സഹായങ്ങൾ. ശരിക്കും കേരളത്തിൽ ഒരു ഡീകോഡറിൻ്റെ സർവേ പരിശോധിക്കുമ്പോഴത്തേക്ക് അവരൊരു ഹാങ് അസംബ്ലിയുടെ ഒരു സാധ്യത മുന്നിലേക്ക് വെക്കുന്നു. UDF 65, LDF 64, ഒരു പിന്നെ NDA 6 സീറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ NDA ഇവിടെ ആര് ഭരിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു നിർണായക ശക്തിയാവുകയും ചെയ്യും. ശരിക്കും അത്തരമൊരു സിനാരിയോ നിങ്ങൾ വിലയിരുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയ സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. ഇതൊരു ഇരുധ്രുവ രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മളൊരു കൃത്യമായ ഒരു 3 ധ്രുവങ്ങളിലുള്ള ഒരു ട്രൈപോളാർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ ഒരു 10-50 വർഷത്തെ ചരിത്രത്തിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു മാറ്റമാണ്. ആ മൂന്നാമത്തെ ഘടകമായി വന്നിരിക്കുന്നത് BJP തന്നെയാണ്.
ഇപ്പോൾ BJP 5% നിന്ന് 20% വോട്ട് വർദ്ധിപ്പിച്ചത് തന്നെ അവരൊരു പ്രധാനപ്പെട്ട ഒരു തേർഡ് പ്ലെയർ ആയിട്ട് മാറി. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളത് നിർണ്ണയിക്കാനുള്ള ഒരു നിർണായക ശക്തിയാകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു പോക്കാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. അവർ 6 സീറ്റ് കിട്ടുമോ 3 സീറ്റ് കിട്ടുമോ എന്ന് പറഞ്ഞുകൂടാ. നമുക്ക് കൃത്യമായിട്ട് ഒരു 10 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ 1ാം സ്ഥാനത്ത് വന്നു. അല്ലെങ്കിൽ കേരളത്തിൽ ഇന്നിപ്പോൾ നമുക്ക് മുമ്പില്ലാത്ത പോലെ പഞ്ചായത്ത് ഈ 2024 തെരഞ്ഞെടുപ്പ് അനുസരിച്ച് 9 നിയമസഭാ മണ്ഡലങ്ങളിലാണ് അവർ ടോപ്പ് ആയതെന്നാണ് അന്നത്തെ അസംബ്ലി സെഗ്മെൻറ്റ്സിൽ. പഞ്ചായത്തിൽ അതുപോലെ തന്നെ പഞ്ചായത്തിൽ അവർ കുറഞ്ഞു, അതാണ്. പക്ഷേ അങ്ങനെ ഒരു സ്വാധീനം അവർ വർദ്ധിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല, അവർ എല്ലാ മണ്ഡലങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് മാറി. അവിടെ തീർച്ചയായിട്ടും ഇവരുമായിട്ട് നോക്കുമ്പോൾ ഒരു ഡിസ്റ്റൻറ്റ് തേർഡ് ആണെന്നുള്ളത് ശരിയാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് BJP മാറിയിട്ടുണ്ട് എന്നുള്ളത് അത്ഭുതപ്പെടാനൊന്നും ഇല്ലാത്ത കാര്യമാണ്. എനിക്ക് തോന്നുന്നു അത് കേരളത്തിൻ്റെ പുതിയ രാഷ്ട്രീയ രീതികളിലേക്ക് കേരളത്തിനെ നയിക്കുന്നതിൻ്റെക്കുള്ള, നേരത്തെ ബൈജു പറഞ്ഞ പോലെ അത് അപകടകരമാകും എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടാണെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ ഉള്ള രീതിയിലേക്ക് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിനെ പറ്റി എനിക്ക് യാതൊരു സംശയമില്ല. ഹങ് അസംബ്ലിയുടെ നമുക്ക് കേരളത്തിൽ അങ്ങനെ ഹങ് അസംബ്ലിയുടെ ഒരു ഇതുണ്ടായിരുന്നില്ല. ആകെയുള്ള 65-ലെ ഒരു തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തതെന്ന് വെച്ചാൽ അന്ന് വേണമെങ്കിൽ ഭരിക്കാമായിരുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു. പക്ഷേ കേരള കോൺഗ്രസ് ഒരിക്കലും CPM-ന് രാധാകൃഷ്ണൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ ജയിച്ചു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ CPI CPM-നെ സപ്പോർട്ട് ചെയ്തു. അതുപോലുള്ള ലെഫ്റ്റ് പാർട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കേരള കോൺഗ്രസിൻ്റെ ഒരു പിടിവാശി കൊണ്ടാണ് അന്ന് ഗവൺമെൻറ് ഉണ്ടാകാതെ പോയത്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കേരള കോൺഗ്രസും CPM ഒക്കെ ഒന്നായി. അപ്പോൾ ഇതിനകത്ത് ഈ BJP-യുടെ സപ്പോർട്ടോടുകൂടി അല്ലെങ്കിൽ BJP എന്തെങ്കിലും രീതിയിൽ പിന്നെ ഒരു ഘടകമായി നിന്നോട്ട് ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. BJP എത്ര അതോ പിന്നെ അവിടെ ഒരു LDF-ഉം UDF-ഉം വിരുദ്ധ ശക്തികളായിട്ട് നിന്ന് BJP-യോട്ട് ഒരിക്കലും ചേരാത്ത രീതിയിലുള്ളൊരു വല്ലാത്ത അനിശ്ചിതാവസ്ഥ വന്നേക്കാം. പക്ഷേ ഇവിടെ ഞാൻ ഹങ് അസംബ്ലി എന്നുള്ളൊരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കിവിടെ ഇപ്പോൾ കാണുന്ന നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയും. ഇവിടെ എന്താണ് നമ്മുടെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് ഒരു മുന്നണി ഗവൺമെൻറ് BJP-ക്കെതിരെ ശക്തമായി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുള്ളപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ നേതാവ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ആ വ്യക്തി ഇവിടെ വന്ന് ഇതോടെ അവസാനിക്കും, ഇടതുപക്ഷത്തിനെതിരെ പാട്ട് പാടുക, ഇടതുപക്ഷത്തിൻ്റെ കുടുംബവാഴ്ചയെക്കുറിച്ച് പറയുക എന്നൊക്കെ പറഞ്ഞ് ഇത്രയും പരിഹാസ്യമായ രീതിയിൽ. അതിന് ഞാൻ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കുറ്റപ്പെടുത്തില്ല. രാഹുൽ ഗാന്ധിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും. VD സതീശനെയും രമേശ് ചെന്നിത്തലയും പോലെ ഇത്രയും വളരെ വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള രാഷ്ട്രീയ നേതാക്കളാണ് കേരളത്തിൻ്റെ ശാപം എന്ന് ഞാൻ പറയും. പ്രത്യേകിച്ച് VD സതീശൻ. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ആവുകയാണെങ്കിൽ ദുരന്തമായിരിക്കും. അത്ര ഒരു നേതാവാണ് രാഹുൽ ഗാന്ധിയെ പോലെ. കുറച്ചുകൂടെ എനിക്ക് കുറച്ചൊക്കെ ബഹുമാനമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സഹോദരിയും. പക്ഷേ അവർ പാർലമെൻറ്റിൽ എന്താണോ, ഖാർഗെ ഫോർ എക്സാമ്പിൾ, അവരൊക്കെ പാർലമെൻറ്റിൽ എന്താണോ അവർ പോരാടുകയാണ് ചെയ്യുന്നത്. അവരെ കൊണ്ടുവന്ന് ഇത്ര നികൃഷ്ടമായ രീതിയിൽ ഇടതുപക്ഷത്തിനെതിരെ സംസാരിപ്പിക്കുന്ന ഇവിടുത്തെ കേരളത്തിലെ ഈ കോൺഗ്രസ് നേതാക്കൾ അവരാണ് നാളെ BJP-ആയിട്ട് കൂട്ടിയിടന്നാൽ പോലും എനിക്ക് അത്ഭുതമില്ല. അവർ നാളെ ഇടതുപക്ഷത്തിനെതിരെ BJP-യുടെ സപ്പോർട്ടോടുകൂടി ഒരു ഗവൺമെൻറ് ഉണ്ടാക്കിയാൽ ഞാൻ അത്ഭുതപ്പെടത്തില്ല. അത്രയധികം യാതൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടും ഇല്ലാത്ത ഒരാളാണ് VD സതീശനെ പോലുള്ള രാഷ്ട്രീയ നേതാവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അല്ല, ഞാൻ ഈ പേര് പറഞ്ഞതുപോലെ അത്രയും തീവ്രമായിട്ടൊരു അഭിപ്രായം. തൂക്കുസഭ ഉണ്ടാവുമോ? തൂക്കുസഭ ഉണ്ടാവുമെന്ന് എനിക്കും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഭൂരിപക്ഷം ഏറെയും കുറഞ്ഞോ ആയാലും UDF ആയാലും LDF ആയാലും അതിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന് ഒരു ചെറിയ ഭൂരിപക്ഷം. ശരിയാണ് ബൈജു പറഞ്ഞ പോലെ ഈ രണ്ട് കക്ഷികളും BJP-യുടെ സഹായത്തോടെ ഒരു സർക്കാർ ഉണ്ടാക്കും എന്നുള്ള സാധ്യത തീരെയില്ല. പിന്നെ തൂക്കസഭ എന്ന് പറഞ്ഞാൽ വളരെ അസാധ്യമായിട്ടൊരു കാര്യമാണ്. ആരെങ്കിലും 1-2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടെ ജയിച്ചുകൂടായി. അതാണ് അങ്ങനെയാണ് എനിക്ക് ഒരു പ്രൊജക്ഷൻ തോന്നുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ കൂടുതലായിട്ടും വിചാരിക്കുന്നത് വെച്ചാൽ ഈ ഫാക്ടേഴ്സ് എന്ന നിലയിൽ പരിശോധിക്കുന്ന സമയത്ത് ഏതിനാണ് മുൻതൂക്കം? ഡെവലപ്മെൻറ്റിനും ഈ തുടർഭരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനത്തിനുമാണോ മുൻതൂക്കം? പിണറായി എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ലീഡറുടെ പ്രസൻസിനാണ് മുൻതൂക്കം? അല്ല ഈ പറഞ്ഞ രീതിയിലുണ്ടായിട്ടുള്ള ഈ മൈനോറിറ്റി കൺസോളിഡേഷൻ ഇൻ ഫേവർ ഓഫ് UDF? തീർച്ചയായിട്ടും ഒരു ലീഡർഷിപ്പ് ഒരു കണ്ടസ്റ്റ് നിലയ്ക്ക് ഒരു നേതൃത്വത്തിൻ്റെ ബലാബലം എന്ന നിലയിൽ പിണറായി വിജയന് തുല്യം നിൽക്കാനുള്ളൊരു നേതാവിനെ ഇതുവരെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് UDF-ന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഈ മറുവശത്തുണ്ടായിട്ടുള്ള ഈ മുസ്ലിം, പ്രത്യേകിച്ചും മൈനോറിറ്റി കൺസോളിഡേഷൻ, പ്രത്യേകിച്ചും മുസ്ലിം കൺസോളിഡേഷൻ, അത് വളരെ നിർണായകമായ ഒരു ഘടകമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തൂക്കുസഭയിലേക്ക് എത്തില്ലെങ്കിലും വളരെ നാരോ മാർജിൻ 2011-ലെ സിനറിയോ ആയിക്കോളായില്ല.
ഇടതുപക്ഷം ഈ മൈനോറിറ്റീസിനോട് മുസ്ലിം വിഭാഗത്തോട് സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളിൽ ഒരു പുനരാലോചന വേണം എന്നുള്ളതിനെപ്പറ്റി ഒരു അങ്ങനെയാണെങ്കിൽ സംശയം. നമ്മളിപ്പോൾ ഈ പിന്നെ സൗത്ത് കിഴക്കനേഷ്യ അവിടെ നടക്കുന്ന യുദ്ധത്തിന്റെ കാര്യത്തിലൊക്കെ ഇടതുപക്ഷം എടുക്കുന്ന നിലപാടല്ലേ? അതെ അതുകൊണ്ടാണ് മുസ്ലിം ഇല്ല, അതാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്നതിലാണ് പരാജയം. കാര്യം അതിന്റെ പേരിൽ ഇവിടെ ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഒരു വലിയൊരു പിന്നെ മൂവ്മെന്റ് നടത്തിയിട്ടുള്ള ഇടതുപക്ഷമാണ്. അതെ, അതെല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷനിൽ വന്നിരിക്കുന്ന ഈ പരാജയം. കാരണം ഞങ്ങൾ മുസ്ലിം വിഭാഗത്തിനല്ല എതിരെ, ഞങ്ങൾ മുസ്ലിം തീവ്രവാദത്തിനാണ് എന്നുള്ളത് ഫലപ്രദമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ വന്നിരിക്കുന്ന പരാജയവും ചില നേതാക്കളുടെ അവധാനതയില്ലാത്ത ചില പ്രസ്താവനകളും ഒരുതരം ഡോഗ് വിസിലിന്റെ മട്ടിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയി എന്നുള്ള സംശയമില്ല. അതിപ്പം ശബരിമലയുടെ കാര്യത്തിലായാലും വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ഈ ബന്ധത്തിൻ്റെ കാര്യത്തിലായാലും NSSുമായിട്ട് ഐക്യം ഉണ്ടാക്കാൻ ശ്രമിച്ചതിലായാലും അയ്യപ്പ സംഗമം നടത്തിയതിലായാലും ഒക്കെ ചില അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം. ഈ മറുവശത്ത് ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് SDP ഒരു അലയൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ലെഫ്റ്റ് ശ്രമിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ്? SDP ആയിട്ട് ബന്ധം ഉണ്ടാക്കാൻ ബോധപൂർവ്വം ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇടതുപക്ഷം ഈ സമയത്ത് ഇങ്ങനെ ഒരു ഒന്നാമത് SDP ഓരോ സ്ഥലത്തുമുള്ളത് വളരെ മൈനറായിട്ടുള്ള, പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിൻ്റെതായ ഒരു ഗതികേട് സൃഷ്ടിക്കുമല്ലോ. അവരും തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് മത്സരിക്കാനാണ്, ജയിക്കാനാണ്, അധികാരം സർക്കാരാക്കാൻ ഉണ്ടാക്കാനാണ്. ഇങ്ങനത്തെ ചില സോഷ്യൽ എഞ്ചിനീയറിംഗിലേക്ക് കടന്നു പോയാൽ അത്ഭുതപ്പെടാനും. പക്ഷേ SDP ആയിട്ട് അങ്ങനെ ബോധപൂർവം ഒരു ചർച്ച നടത്താനും മറ്റും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇടതുപക്ഷത്തിന് അതിനുള്ള ധൈര്യം ഉണ്ടാവും തോന്നുന്നില്ല. അങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ചില മണ്ഡലങ്ങളിൽ തീർച്ചയായിട്ടും ഏറ്റവും ഈ പറഞ്ഞ പോലെ ഒരു വളരെ വലിയ BJP ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മുസ്ലിം മൈനോറിറ്റീസ് ബോധപൂർവം അവിടെ ഏറ്റവും ജയിക്കാൻ സാധ്യതയുള്ളത് ഇടതുപക്ഷമാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ചർച്ചയുടെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇലക്ഷൻ ചൂടിനിടയിലും വളരെ കൃത്യമായി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഗതിയെ നിർണ്ണയിക്കുന്ന തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ആഴമേറിയ ചർച്ചയാണ് നമുക്കിന്നിവിടെ കണ്ടക്ട് ചെയ്യാനായത്. അപ്പോൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. ഓരോ വോട്ടും അമൂല്യമാണ്. നമുക്ക് മെയ് 4 അറിയാം കേരളത്തിൽ ഭരണ തുടർച്ചയാണോ, ഭരണമാറ്റമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ ഉണ്ടാവുകയെന്നത്. നമസ്കാരം.